നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിന്നോടുള്ള പക തീർക്കാൻ വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും. അത് തീർക്കാതെ എനിക്ക് ഇവിടം വിട്ടു പോകാനാവില്ല. പോകാനല്ലേ പറഞ്ഞത്? ഗായത്രി അമ്മ പ്രഭാവതി അമ്മയോടല്ലേ ഈ സംസാരിക്കുന്നത്? പക തീർക്കുന്ന കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ. എന്ത് പകയാ ഗായത്രി അമ്മയ്ക്ക് പ്രഭാവതി അമ്മയോട് തീർക്കാനുള്ളത്? പ്രഭാവതി, നിന്റെ പട്ടിണിയും ദയനീയതയും കണ്ടിട്ടും ശേഖരമേനോന് എന്നോടുള്ള പ്രതിബദ്ധത കണ്ടിട്ടും നിന്റെ മക്കൾക്ക് നല്ല ഭാവി ഉണ്ടാകട്ടെ എന്ന് കരുതിയിട്ടുവാ ഞാൻ നിനക്ക് എന്റെ കമ്പനിയിൽ എന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി ജോലി നൽകിയത്. ജോലിയിൽ നീ പുലർത്തിയ ആത്മാർത്ഥതയും എന്നോട് കാണിച്ച സത്യസന്ധതയും കണ്ടപ്പോ നിന്നെ ഞാൻ വിശ്വസിച്ചു. ഒരു കൂടപ്പിറപ്പിനെ പോലെ നിന്നെ ഞാൻ അതിര് വിട്ട് സ്നേഹിച്ചു. പക്ഷേ നീ എന്നോട് കാണിച്ച സ്നേഹവും ആത്മാർത്ഥതയും എല്ലാം കള്ളത്തരമായിരുന്നു. ഗായത്രി, മാപ്പ്. നിന്റെ ഉള്ളിൽ കാളകൂട വിഷമായിരുന്നു. നീ എന്നോട് കാണിച്ച സ്നേഹത്തിന് പുറകിൽ മറഞ്ഞിരുന്നത് എന്റെ സ്വത്തുക്കൾ സ്വന്തമാക്കാനുള്ള ആർത്തിയായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അയ്യോ ഗായത്രി, മാപ്പ്. എന്നെ ഇല്ലായ്മ ചെയ്തിട്ട് ഗോപിയേട്ടന്റെ രണ്ടാം ഭാര്യയായി ഇവിടെ വന്ന് കേറി സ്വത്തുക്കൾ മുഴുവൻ സ്വന്തമാക്കാൻ വേണ്ടി നീ പദ്ധതികൾ ഒരുക്കി കാത്തിരിക്കുകയായിരുന്നു എന്ന് തിരിച്ചറിയാൻ എനിക്ക് സാധിക്കാതെ പോയി. ഒടുവിൽ നിന്റെ ലക്ഷ്യം ആർക്കും ഒരു സംശയം തോന്നാത്ത വിധം നീ സാധിച്ചു. നിനക്ക് ഓർമ്മയുണ്ടല്ലോ. അല്ല, നീ എങ്ങനെ മറക്കാനാ? മരണം വരെ നിനക്കത് മറക്കാനാവില്ലല്ലോ. പ്രഭാവതി, നീയും നിന്റെ സഹോദരൻ പ്രതാപനും കൂടി ചതി ഒരുക്കി കാത്തിരുന്നിട്ട് അവസാനം വളരെ വിദഗ്ധമായി നീ എനിക്ക് ജ്യൂസിൽ വിഷം കലർത്തി നൽകി. ഞാനത് അറിയാതെ കുടിച്ചു. അവിടെ തീർന്നു ഗായത്രി ദേവിയുടെ ജന്മം. നിന്റെ മക്കൾക്ക് നല്ല ഭാവി ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചല്ലേ നീ എന്നെ കൊന്നത്? എനിക്ക് നിന്റെ മക്കളെ പോലെ തന്നെ പറക്കമുറ്റാത്ത ഒരു മകനുണ്ടെന്ന് പോലും ചിന്തിക്കാതെ നിന്റെ കുട്ടികൾക്ക് അമ്മ നഷ്ടപ്പെട്ട് അവര് വേദനിക്കും പോലെ തന്നെ എന്നെ നഷ്ടപ്പെട്ട് എന്റെ മോനും വേദനിക്കുമെന്ന് ചിന്തിക്കാതെ, അമ്മയെ നഷ്ടപ്പെട്ട് അവന്റെ ജീവിതം കണ്ണീരിലാകുമെന്ന് ചിന്തിക്കാതെ നീ എന്നേക്കുമായി എന്നെ ഇല്ലായ്മ ചെയ്തു. നീ ആഗ്രഹിച്ച ജീവിതം നേടിയെടുക്കാൻ വേണ്ടിയല്ലേ എന്നെ കൊന്നത്? എന്നിട്ടിപ്പോ എന്തായി? ആ ആഗ്രഹങ്ങളെല്ലാം നീ നിറവേറ്റിയോ? പ്രഭാവതി, നിനക്ക് ഞാൻ ഇത്രയും നാളും ആയുസ് നീട്ടി തന്നു. എന്തിനാണെന്ന് അറിയാമോ? വിശാലിന് വേണ്ടി. നിന്റെ സ്നേഹം കപടമാണെന്ന് അറിയാതെ പാവം എന്റെ മോൻ നിന്നെ എന്റെ സ്ഥാനത്ത് കണ്ട് സ്നേഹിച്ചു പോയി. അവൻ എന്നെ പോലെ തന്നെ നിന്നെയും ജീവന തുല്യം കണ്ടുപോയി. നിന്നെ ഞാൻ ഇതിനു മുൻപ് കൊന്നിരുന്നെങ്കിൽ സത്യം ഒന്നും അറിയാതെ എന്റെ മോൻ നിന്റെ വേർപാടിൽ ഒരുപാട് ദുഃഖിക്കും. അതൊഴിവാക്കാനാ ഞാൻ നിന്നെ ഇത്രയും നാളും കൊല്ലാതിരുന്നത്. ഇനി നിന്നെ വെറുതെ വിട്ടാ ശരിയാവില്ല. നിന്നെ കൊല്ലണം. നിന്നെ കൊല്ലണം എനിക്ക്. ഗായത്രി, വേണ്ട, എന്നെ ഒന്നും ചെയ്യരുത്. എന്നെ ഒന്നും ചെയ്യല്ലേ. എന്നെ കൊല്ലരുത് ഗായത്രി. ഇല്ല, ഇനി നിന്നെ കൊല്ലാതിരിക്കാൻ എനിക്ക് പറ്റില്ല. ഇപ്പോ നീ എന്നെ കൊന്നതുപോലെ എന്റെ മകനെയും കൊല്ലാൻ നോക്കുക. അതിന് നിന്നെ അനുവദിക്കാൻ പറ്റില്ല. ഇത്രയും നാളും എന്റെ മരുമകൾ പാർവതി അവനെ രക്ഷിച്ചതുകൊണ്ടാ അവൻ ജീവനോടെ ഇരിക്കുന്നെന്ന് എനിക്കറിയാം. ദുഷ്ടയായ നീ എന്റെ മകനെ പോലെ തന്നെ അവളെയും കൊല്ലാൻ ശ്രമിച്ചു. ഇനി നീ ജീവനോടെ ഈ ഭൂമിയിൽ വേണ്ട പ്രഭാവതി.
അതെടി, ഞാൻ തന്നെയാണ് നിന്നെ കൊന്നത്. സ്വത്തും വകകളും ഒക്കെ സ്വന്തമാക്കാൻ വേണ്ടി തന്നെയാടി നിന്നെ ഞാൻ കൊന്നത്. കൊന്നതിന് ശേഷം ഞാൻ ആഗ്രഹിച്ചതുപോലെ ഓരോന്നോരോന്നായിട്ട് ഞാൻ നേടി. നിന്റെ ഭർത്താവിനെ ഞാൻ നേടി. ഈ ബംഗ്ലാവ് ഇതും ഞാൻ നേടി. എടി, ഈ സ്വത്തുക്കൾ മുഴുവൻ ഞാൻ സ്വന്തമാക്കിടി. എടി, നിന്റെ ഗായത്രി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഞാൻ നേടിയടി. കഴിഞ്ഞ 16 വർഷമായി ഞാൻ ഇവിടെ നേടിയതൊക്കെ എന്റെ വിജയമായിരുന്നടി. എടി, നീ എന്താ പറഞ്ഞത്? നിന്റെ മകനെയും മരുമകളെയും കൊല്ലാൻ ശ്രമിച്ച എന്നെ നീ കൊല്ലുവെന്നോ? ചത്ത് മണ്ണടിഞ്ഞ ആത്മാവായിട്ട് എന്റെ മുമ്പിൽ നിൽക്കുന്ന നീ എങ്ങനെയാടി എന്നെ എന്ത് ചെയ്യാനടി നീ? ഗായത്രി, പ്രഭാവതിയെ കൊല്ലാൻ നിനക്ക് സാധിക്കില്ല ഗായത്രി. നിനക്കെന്നല്ല, ഈ ഭൂമിയില് ആർക്കും സാധിക്കില്ലടി. എന്നെ കൊല്ലാൻ പറ്റുമെങ്കിൽ കൊല്ലടി നീ എന്നെ. വാടാ ഇങ്ങോട്ട്. എന്താ അളിയ പ്രശ്നം? അളിയനോ? രണ്ടിനെ പിടിച്ച് വണ്ടി കയറ്റി വാടാ ഇങ്ങോട്ട്. നിങ്ങൾ എന്തേ കാണിക്കുന്നേ? നിങ്ങൾ എന്തിനാ ഞങ്ങളെ പിടികൂടുന്നേ? ഞങ്ങൾ എന്ത് കുറ്റം ചെയ്തിട്ടാ? നീ ചെയ്ത കുറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ എണ്ണി എണ്ണി പറഞ്ഞുതരാടി. എന്റെ സഹോദരിയെ കൊല്ലാൻ വേണ്ടി ദേ ഈ നിൽക്കുന്നവന് പ്രേരണ നൽകിയത് നീയാണ്. നിനക്ക് വേണ്ടിയാ ഇവനെന്റെ പെങ്ങളെ ഇല്ലാതാക്കിയത്. അന്നു മുതൽ തുടങ്ങിയ നിരവധി കുറ്റകൃത്യങ്ങൾ നിന്റെ പേരിലുണ്ട്. ഗായത്രി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഡിസ്റ്റിലറിൽ ഉണ്ടാക്കുന്ന മദ്യത്തിന് വീര്യം കൂട്ടാൻ വേണ്ടി ആൽക്കഹോൾ കലർത്താൻ നിർദ്ദേശം നൽകിയത് നീയല്ലേ? അത് നീയാണ്. ഡിസ്റ്റിലറിൽ നടത്തിയ അന്വേഷണത്തിൽ നിന്നും അത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഗുണ്ടകളെ ഉപയോഗിച്ച് പാർവതിയെ തട്ടിക്കൊണ്ടുപോയതിന് പിന്നിലും നീ തന്നെയാണ്. ആ ഗുണ്ടകളെ ഞാൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ മൊഴികളിൽ നിന്നും അതും വ്യക്തമായിട്ടുണ്ട്. ഇനി ബാക്കി കഥകളൊക്കെ നമുക്ക് സ്റ്റേഷനിൽ പോയിട്ട് വിശദീകരിക്കാം. അതുകൊണ്ട് കൂടുതൽ അട്ടഹാസമൊന്നും കാണിക്കാതെ കൂടെ വരാൻ നോക്ക്. ഇവരെ പിടിച്ചിറക്ക്. നിന്നോടിനി പ്രത്യേകം പറയണോ? നടക്കണേ അങ്ങോട്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.